ഹായ് ഓൾ. അങ്ങനെ ഞങ്ങൾ ലക്നൗ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ ലഗേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലഗേജിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ലഗേജ് എടുത്തു. നേരെ അളിയൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാറുമായിട്ട്. കാറിൽ കയറി നേരെ അളിയൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് നമ്മൾ യാത്രയായി. നല്ല യാത്രാക്ഷയം ഉള്ളതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. അവിടെ തന്നെ അങ്ങ് ചിലവഴിച്ചു. അടുത്തുള്ളൊരു ഭൂൽഭുലയ്യ കൊട്ടാരത്തിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. ഭൂൽഭുലയ്യ എന്നുള്ള സിനിമാ പേര് മാത്രം കേട്ടിട്ടുള്ള എനിക്കൊക്കെ അതെന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭൂൽഭുലയ്യ കൊട്ടാരത്തിനടുത്ത് എത്തിയപ്പോൾ തന്നെ റിക്ഷക്കാർ നമ്മുടെ പിന്നാലെ കൂടിയിരുന്നു. അവർ പറഞ്ഞു 100 രൂപ തന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള പ്രധാന സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ പോകുന്ന വഴിയിൽ അവരാദ്യം തന്നെ ഒരു കവാടം കാണിച്ചു തന്നു. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കവാടവും പിറകിൽ നിന്ന് നോക്കിയാൽ ലക്നൗവിലെ തന്നെ ഏറ്റവും പരമ്പരാഗത എംബ്രോയിഡറി ശൈലിയായിട്ടുള്ള ചിക്കൻകാരി എന്ന് പറയുന്ന വസ്ത്രനിർമ്മാണ ശൈലിയിലാണ് ആ കവാടം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പിക്ചർ ഗാലറി. കുറഞ്ഞ ചിത്രങ്ങൾ കൊണ്ട് കൂടുതൽ മായാജാലം. ആ മായാജാലം കണ്ടെത്താൻ ഒരു ഗൈഡിൻ്റെ സഹായമില്ലാതെ നമുക്ക് സാധിക്കുമോ എന്നുള്ളതൊരു സംശയമാണ്. 25 രൂപയുടെ ടിക്കറ്റ് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ഭൂൽഭുലയ്യ മറ്റ് 4 ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിക്ചർ ഗാലറിയുടെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ്. പിന്നെ ഞങ്ങൾ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ലക്നൗവിലെ പുരാതന അലങ്കാര ശൈലിയായ ചിക്കൻകാരി എങ്ങനെ ചെയ്യുന്നുവെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കൈകൊണ്ട് നൂലുപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ സമയമെടുത്ത് തികഞ്ഞ കലാബോധത്തോടെ ചെയ്യുന്ന ഒരു എംബ്രോയിഡറി ശൈലിയാണ് ചിക്കൻകാരി. വളരെ സമയമെടുത്ത് ചെയ്യുന്നൊരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുണികൾക്ക് അത്യാവശ്യം നല്ലൊരു വിലയും കാണുന്നുണ്ട്. അങ്ങനെ 1700കളിൽ നവാബുമാർ പണികഴിപ്പിച്ച ഭൂൽഭുലയ്യ കൊട്ടാരത്തിലേക്ക് ഞങ്ങളെത്തി. ഇമാംബര എന്നാണ് ഈ ഒരു സമുച്ചയം അറിയപ്പെടുന്നത്. അതായത് ഇമാമുകളുടെ വീട് അഥവാ ഇമാമുകളുടെ കൊട്ടാരം, കോടതി എന്നൊക്കെ പേരിൽ ഇതറിയപ്പെടുന്നുണ്ട്. ചെരുപ്പുകളും ഷൂ ഒക്കെ നമ്മൾ മറ്റൊരു ഭാഗത്ത് അഴിച്ചു വെക്കേണ്ടതാണ്. അതിന് പ്രത്യേക സ്പേസ് തന്നെ അവിടെ ഉണ്ട്. ഇനിയാണ് നമ്മൾ ഭൂൽഭുലയ്യയുടെ പ്രധാന കവാടത്തിലേക്ക് പോകുന്നത്. ഒരു രസകരമായ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് ഇരുട്ട് പേടിയുള്ളവരെ ദയവ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി അവർക്ക് അവിടെ കൂടെ പേടിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പുറത്തു നിന്ന് തന്നെ ആസ്വദിക്കാനുള്ള എത്രയോ വിശാലമായ പൂന്തോട്ടവും ആ ഒരു കൊട്ടാരത്തിൻ്റെ ഭംഗിയൊക്കെ തന്നെ ധാരാളമാണ്. ഭൂൽഭുലയ്യയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഗൈഡിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഗൈഡുകൾ വരും. അതിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്ന, നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവരുടെ ഭാഷാ ശൈലി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു നല്ല ആളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഗൈഡ് എങ്ങനെയുള്ള ആളാണോ അങ്ങനെ ഇരിക്കും നിങ്ങളുടെ ഭൂൽഭുലയ്യയുടെ അനുഭവം എന്ന് പറയുന്നത്. അവരാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ അവരുടെ സഹായമില്ലാതെ, അവരുടെ നിർദ്ദേശമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ആ വഴികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നിഗൂഢത മനസ്സിലാക്കാനും നമുക്ക് സാധിക്കില്ല. അവിടേക്ക് വന്ന ഒരുവിധം യാത്രികരൊക്കെ തന്നെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ നിർദ്ദേശത്തോടെ തന്നെയാണ് ഭൂൽഭുലയ്യ അതിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. ചുമരിൻ്റെ ഓരം ചേർന്ന് വളരെ പതുക്കെ ശബ്ദത്തിൽ നമ്മൾ സംസാരിച്ചാൽ കുറച്ച് ദൂരെ നിന്ന് ഒരാൾക്ക് ചെവിട് വെച്ച് തന്നെ അതെന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ടത്തെ
കാലത്ത് രാജാക്കന്മാർ തൻ്റെ ഭടന്മാർ അല്ലെങ്കിൽ ഭൃത്യന്മാർ തന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറയുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുമായിരുന്നു. ഭൂൽഭുലയ്യ അവധിൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് അംബേദ്കർ പാർക്ക്. ഇതിൻ്റെ മുഴുവൻ പേര് പറയുകയാണെങ്കിൽ ഡോക്ടർ ഭീംറാവു അംബേദ്കർ സാമാജിക് പരിവർത്തൻ സ്ഥൽ. ഇതിനേക്കാളും നല്ല ഡോക്ടർ അംബേദ്കർ പാർക്ക് തന്നെയല്ലേ. രാവിലെ 11 മണിക്ക് ഓപ്പൺ ചെയ്താൽ രാത്രി 9 മണിക്കാണ് പിന്നീട് ക്ലോസ് ചെയ്യുന്നത്. ഞങ്ങൾ പോയത് രാത്രി ടൈമിലാണ് കേട്ടോ. പക്ഷെ കയറുന്നതിന് മുമ്പ് നല്ല വിശപ്പുള്ളതുകൊണ്ട് അടുത്തുള്ള ഒരു ചായക്കടയിൽ ചെറിയൊരു തട്ടുകട സെറ്റപ്പിൽ പോയിട്ട് ഒരു ചായയും പിന്നെ ഒരു മോമോസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിൽ അത് വാങ്ങി കഴിക്കുകയും ചെയ്തു. എനിക്ക് സത്യത്തിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. ഞങ്ങൾ അംബേദ്കർ സ്മാരക മന്ദിരത്തിലേക്ക് ഇങ്ങനെ നടന്നു. അവിടേക്ക് നടക്കാൻ തന്നെ കുറേ ഉണ്ട്. നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ, ഓട്ടോ വിളിച്ച് പോകേണ്ടി വരുന്നല്ലേ, അത്രയും ഏരിയ ആ ഒരു ചെറിയ ഭാഗത്തേക്ക് തന്നെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് പാർക്കിൽ ആനകളുടെ പ്രതിമകളാണ് കൂടുതലായിട്ടും കാണാനുള്ളത്. അന്ന് മായാവതിയുടെ ഭരണകാലത്താണ് ഈ ഒരു പാർക്ക് നിർമ്മിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്രയും ആനകളുടെ പ്രതിമകൾ വന്നതെന്ന് അറിയില്ല. എന്തായാലും മായാവതി ആ ഒരു കാലഘട്ടത്തിൽ ഈ പാർക്കിൻ്റെ പ്രതിമകളെയൊക്കെ ചൊല്ലി കുറേ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. രാത്രി സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നല്ലപോലെ ആസ്വദിക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ വെയിലുള്ള സമയത്ത് രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോയേനെ. പാർക്കിൻ്റെ മുകളിൽ നിന്നുള്ള പാർക്കിൻ്റെ ടോട്ടൽ വ്യൂ അതൊരു നല്ല വ്യൂ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഈവനിങ് ഓർ നൈറ്റ് ടൈമിലെ ഇവിടേക്ക് എത്തിച്ചേരാവൂ എന്നതാണ്. രാവിലത്തെയും രാത്രിത്തെയും പാർക്കിൻ്റെ വ്യൂ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അടുത്ത ദിവസം നമ്മൾ വൃന്ദാവൻ, മധുരയൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.